ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പോകുന്നത് അമ്പലത്തിൽ കഞ്ഞി കുടിക്കാൻ. കഞ്ഞിയല്ല, ചോറ. എടുത്തിട്ടുണ്ട്. വന്നു ഗായ്സ്, കഴിച്ചോ? മതിയോ? ഫുഡ് എങ്ങനെയുണ്ട്? ആരാ വെച്ചേ? കണ്ടോ, കറികളൊക്കെ ഉണ്ട്. കറിയില്ല, ചോറ് കയ്യോ അങ്ങനെ അടി പോകുന്നത്. പിന്നെ നമസ്തേ. ഇന്ന് തൃക്കാർത്തികയാണ്. അപ്പോൾ കാർത്തിക ആയതുകൊണ്ട് തന്നെ നമുക്ക് കറി വെക്കണം. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് ചേമ്പ് എടുക്കാം, പിന്നെ കാച്ചിൽ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങളെന്തെങ്കിലും കണ്ടിട്ടോ. അതോ ചെറുതോ? നല്ലതുണ്ടായിരുന്നു. ചേമ്പ് നമുക്ക് അത്ര കിട്ടിയുള്ളൂ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓമയ്ക്ക വേണം, അല്ലെങ്കിൽ കപ്പയ്ക്ക എന്നൊക്കെ ഓരോരുത്തർക്ക് പറയും. അപ്പോൾ നമ്മൾ ഒരു കപ്പയ്ക്കയും കൂടി കുത്തിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി എടുത്തിട്ട് നമുക്കിനി കാച്ചിൽ കളിക്കാനായിട്ട് പോവാം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ തന്നെ നട്ട കാച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഓർത്തില്ല ഇവിടെ ഇങ്ങനൊരു സാധനം നിപ്പുണ്ടെന്ന്. പിന്നെ അമ്മ പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്കത് കളിക്കാമെന്ന് വിചാരിച്ചു. കളിക്കാൻ പോയി. അപ്പോൾ ചെറുതായിരിക്കും എന്ന് കരുതി വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഞാൻ ചെറിയ ഇതൊക്കെ കൊണ്ടുപോയി കിളച്ച് നോക്കിയത്. പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വലിയ കുണ്ടാലി എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പം നന്നായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടു അത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മഴ പെയ്ത് കിടക്കുന്നതായതുകൊണ്ട് തന്നെ മണ്ണ് ഇളകി കിടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മളത് കിളച്ചെടുക്കാൻ പോവാണ് കേട്ടോ. കുഞ്ഞും കാച്ചിന് ഇതായിരുന്നു ഇത്ര ഉള്ള ഉണ്ട്. ഒന്നുമില്ല ഗായ്സ്. ഈ ഗായ്സ് നമുക്കൊരു ഹാർട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കാച്ചിലും ചേമ്പൊക്കെ കിളച്ചെടുത്തു. ചേന കിട്ടിയില്ല കേട്ടോ.
പിന്നെ പച്ചക്കറി മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞി ചേനായിരുന്നു, അത് കാണിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ അതാണ് ഇതിനകത്തിട്ടത്. പിന്നെ ബാക്കിയുള്ള മലക്കറിയിലെ വെട്ട് ഐറ്റംസ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ പരിപാടി ഏകദേശം ഒരു സെറ്റാവും. അപ്പോൾ ഇതിന് നമുക്ക് കഴുകി നന്നായിട്ട് കുക്കറിൽ വെച്ച് വിസിൽ ലഭിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ കറിയുടെ ഐറ്റം എല്ലാം നമ്മളിവിടെ അരിഞ്ഞ് സെറ്റാക്കി കുക്കറിലിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് 2 വിസിൽ കേട്ടാൽ മതിയാവും. അപ്പോൾ അതൊന്ന് വെന്തിടുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പുണ്ടാക്കാം. അപ്പോൾ ഈ അരപ്പിനുള്ള സാധനങ്ങൾ അപ്പോൾ അരമുറി വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ച് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചിരട്ട വൃത്തിയാക്കി എടുക്കാൻ പോകണം. അപ്പോൾ ഇതൊന്ന് സൈഡിലോട്ട് ആക്കിയിട്ട് നമുക്ക് അതിന് പോവാം. അപ്പോൾ ഇതേ ആദ്യം അരപ്പിനുള്ളതാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ കറിവേപ്പില ഇതിലേക്ക് ഇടുന്നില്ല. അരപ്പ് നല്ലപോലെ ഒന്ന് അരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് ഒന്ന് കറക്കിയിട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ എല്ലാ സാധനങ്ങളും ഇട്ട് നന്നായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്പം വെള്ളം ഒഴിച്ചാൽ ഒരുപാട് വെള്ളം ആയി പോകണ്ട. അപ്പോൾ ഇനി ഒരുപാട് വെള്ളം വേണമെന്നുള്ളവരങ്ങനെ ഒഴിക്കാം കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി നമ്മൾ വെള്ളം ഒഴിച്ചാണല്ലോ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ അധികം വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഊറ്റി മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതിൽ നിന്നിട്ട് മാറ്റുന്നുണ്ട്. അതിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അരപ്പിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് നമ്മളിനി അരപ്പൊക്കെ ഒഴിച്ച് കൂടിയിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒന്ന് തിളച്ച് വരുന്നത് മരുന്ന് ഒഴിക്കുക കേട്ടോ. ഇനി നമുക്ക് കടുക്കും കൂടി വറുത്ത് ഇനി നമുക്ക് തേങ്ങയും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കടുക് വറുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും കൂടി വറുത്തിടാം. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ പരിപാടിയൊക്കെ ഇവിടെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് വിളക്കിൻ്റെ മുകളിൽ വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ തേങ്ങയും കൂടെ വറുത്ത് ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് വന്നു. ചട്ടിവിളക്കൊക്കെ തുളച്ച് വെക്കാണ് കേട്ടോ. അപ്പോൾ ഞാനും ശ്രീകുട്ടിയും കൂടാണ് ചട്ടിവിളക്ക് തുളച്ചൊക്കെ വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് കാക്കണക്കമ്പ് ഇനി താഴെ നിന്ന് എടുക്കാനും കൂടെ പോകണം. അപ്പോൾ ഇതൊന്ന് തുളച്ച് നന്നായിട്ട് വെച്ചിട്ട് വേണം നമുക്ക് കാക്കണക്കമ്പ് എടുക്കാൻ പോകാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വൈകിട്ട് പന്തം കത്തിച്ച് വെക്കുന്നത്, കാക്കണക്കമ്പെന്ന് പറയും. അപ്പോൾ എത്ര പേര് ഇതിപ്പോഴൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല, നമ്മൾ ഇപ്പം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി നമ്മൾ തിരി വെക്കണം. അപ്പോൾ അതിനായിട്ടുള്ള നെയ്തും അതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പഴയ വെള്ളത്തുണിയാണ് കേട്ടോ. ആ വെള്ളത്തുണി കീറിയാണ് നമ്മളിതിലേക്ക് പന്തം കൊളുത്തുന്നത്. അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്.